ചേച്ചി എന്താടാ ചമ്മന്തി റെഡിയായ? ചമ്മന്തി ഇപ്പൊ റെഡിയാവും. ചേട്ടൻ പൊതിക്കാൻ പോയിട്ടുണ്ട്. ചേട്ടൻ നല്ല തെളിഞ്ഞിക്കാണല്ലേ. എങ്ങനെ തെളിയാതെ ഇരിക്കും? എന്റെ ഈ അടുക്കളയിലെ കഷ്ടപ്പാട് കണ്ടിട്ടാണല്ലോ ചേട്ടൻ ഫുഡ് ഓർഡർ ചെയ്യണ കാര്യം വരെ പ്ലാൻ ഇട്ടത്. പിന്നെ നിനക്കറിയാലോ, എന്റെ കാര്യം വരുമ്പോ ചേട്ടൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ചങ്കാണ് എന്റെ. ഫുഡ് പറഞ്ഞാ? എന്തു പറഞ്ഞു? ഫുഡ് പറഞ്ഞാന്ന്. ഓ, ഫുഡ് ഓർഡർ ചെയ്തോന്ന്? അതന്നെ. എന്ത് ചോദിച്ചത്? കൊച്ചിനെ ഐസ്ക്രീം വേണമായിരിക്കും, അതുകൊണ്ടായിരിക്കും. എനിക്ക് ഐസ്ക്രീം വേണം. അതിനിപ്പോ എന്ത്? അതിനിപ്പോ ഒന്നുമില്ല, പാറുവിന് ഐസ്ക്രീം ഇല്ല. ചേട്ടൻ വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ശരിയാവും? അതൊക്കെ ശരിയായിക്കോളും. മാഡം ഓക്കെ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കല്ലേ. പാറുവേ, നീ പോയേ. ഐസ്ക്രീമിന്റെ കാര്യമല്ലേ, അത് ഞങ്ങൾ ആലോചിച്ചൊരു തീരുമാനം ഉണ്ടാക്കി തരാം. ആലോചിക്കാനൊന്നുമില്ല, ഐസ്ക്രീം കിട്ടിയേ വച്ചു. വായടച്ച് മിണ്ടാതിരുന്ന ഐസ്ക്രീം ഒക്കെ താനേ വന്നോളും. കൂടുതൽ ഷോ കാണിച്ചിട്ടുണ്ടല്ലോ, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. വല്ല കഷ്ടം തന്നെ. എന്റെ പൊന്നു മക്കളെ, നിനക്ക് ഐസ്ക്രീം മേടിച്ചു തരാൻ പോരെ? എന്ത് പ്രശ്നം എന്താ? ഐസ്ക്രീം കിട്ടിയില്ലെങ്കിൽ ഇവിടെ കലിപ്പ് നടക്കും. ഇവിടെ എല്ലാം കിട്ടും, എല്ലാം കൊണ്ടുവരാം, ഓർഡർ ചെയ്യാം കേട്ടാ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മൾ ഈ ഫുഡ് ഓർഡർ ചെയ്യണ കാര്യം അച്ഛനും അമ്മയും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ തീർന്ന്. അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാശ് മുടക്കാൻ എന്തിനടാ എന്നൊക്കെ ചോദിച്ചോണ്ട് നമ്മളെ വഴക്ക് പറയും. പക്ഷെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയാൻ പോണത് ഇത്രയും ഫുഡ് ഓർഡർ ചെയ്തപ്പോ നീയൊക്കെ എന്താ എന്നെ വിളിക്കാൻ ഞാൻ ചോദിച്ചത്. ഐസ്ക്രീം കിട്ടിയില്ലെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. എന്റെ പൊന്നെ, കുരിപ്പിനെ സമ്മതിക്കണം കേട്ടോ. കൂടെ നിൽക്കുകയും ചെയ്യും, എന്നിട്ട് അതുപോലെ തന്നെ പാരയും പണിയും. ചേട്ടോ, ഫുഡ് ഓർഡർ ചെയ്യട്ടാ? കുറച്ച് കഴിഞ്ഞിട്ട് പോരെ ചേച്ചി? ഇപ്പഴേ ഓർഡർ ചെയ്യാം. ഇപ്പൊ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ സാധനം വരും. ഒരു 2 മണിയാകുമ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങും. 12 മണിക്ക് ഫുഡ് വന്നാൽ 12:01 കേസ് കഴിച്ചു തുടങ്ങും. നമുക്കറിയാലോ. എടേ, അതൊന്ന് കഴിച്ചു തുടങ്ങത്തില്ല. 2 മണിയാകുമ്പോഴേ കഴിക്കൂ, പോരെ? ഓക്കെ. മൊബൈൽ എടി, നിന്റെ മൊബൈലില്ലേ? ഒന്ന് ഓർഡർ ചെയ്തേ. എന്തെന്ന്? ഇത് ഫുഡ് ഓർഡർ നിന്റെ ഓർഡർ ചെയ്തിട്ട് ഓർഡർ ചെയ്ത് വരുമ്പോ നമുക്ക് പൈസ കൊടുക്കാന്ന്. യു മീൻ ക്യാഷ് ഓൺ ഡെലിവറി? ഓക്കെ. അപ്പൊ ആദ്യം എന്താ പറയണ്ടേ? അപ്പം ഫിഷ് മോളി അല്ലേ? അപ്പം ഫിഷ് മോളി. എടാ, 3 ഫിഷ് മോളി അല്ലേ? 3 3 കൂടെ കൂട്ടിയിട്ട് 1050. അപ്പൊ എത്ര എണ്ണം വേണം? അപ്പൊ ഒരു 20 എണ്ണം പറ. 20 അപ്പം വേണോ? ഓ, എല്ലാവർക്കും കൂടെ കഴിക്കാടേ, അപ്പം അല്ലേ? 20 അപ്പം 300 രൂപ. 100 രൂപ. അപ്പൊ 1350 രൂപ. ഓക്കെ. മറ്റേ ഫുഡ് എന്താ? ബാർബിക്യൂ മീൽസ് അല്ലേ? 2 എണ്ണം. ചേട്ടൻ പറഞ്ഞ ഓഫർ ഉണ്ടല്ലോ, 900 രൂപ ഉള്ളൂ. പെട്ടെന്ന് നോക്കിയോ. സെറ്റ് 2 എണ്ണം. ഓക്കെ. അപ്പൊ എല്ലാം കൂടെ 3150 രൂപ. സെറ്റ്. ഓക്കെ അല്ലേ? കുറച്ച് കൂടുതലല്ലേ അത്? എടീ, നമ്മള് റിച്ച് ഫുഡ് അല്ലേ? അല്ല ബ്രോ, അപ്പൊ എങ്ങനെയാണ് നാളെയും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ? നാളെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ? അല്ല, നാളെ നമുക്ക് ഇത്രയും ചെലവിന്റെ ആവശ്യമില്ലല്ലോ. നാളെ 3 നേരത്തെ ഫുഡും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 2000-ന്റെ അകത്ത് ബഡ്ജറ്റ് ഇടാം. ഓക്കെ. അങ്ങനെ പൊട്ടിച്ച് ചെലവ് കൂട്. എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഐസ്ക്രീം മറന്നു. എടോ, തന്റെ ഐസ്ക്രീമിന്റെ കാര്യമല്ലേ, സെറ്റാക്കി തരാം. ഇന്നിവിടെ കലപ്പ് നടക്കും, ഉറപ്പാ. ചേച്ചി, അതെ, ഐസ്ക്രീം വാങ്ങിക്കൊടുത്തില്ലെങ്കിലല്ലോ ഇവിടെ അപ്പൊ തന്നെ കാല് മാറേ ഫുൾ അച്ഛനമ്മ എടുത്ത് ഒറ്റ കൊടുക്കും. എടേ, ചേട്ടൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമല്ലേ, സെറ്റാക്കി കൊടുത്താ മതി. ചേച്ചി പറ. ഈ തേങ്ങ ഞാൻ തന്നെ പൊട്ടിച്ച് തിരിയണോ? ദോശക്ക് ചമ്മന്തി വേണമെങ്കിൽ തേങ്ങ തിരുമേ പറ്റൂ. അല്ല, ഉച്ചക്കത്തെ വേട്ടത്തെ കാര്യമൊക്കെ ആലോചിക്കുമ്പോ ഞാൻ തന്നെ ചെയ്യാല്ലേ? ചെയ്തോ ശിവ. തിരിവ്. എന്റെ പൊന്നവൻ വേഗം ചെലവേട്ടാ. ഞാൻ പോട്ടെ, പോയി പഠിക്കട്ടെ. കണ്ടിന്യൂ. അപ്പൊ പണി ഫിക്സ്ഡ്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ചേട്ടോ, ചേട്ടൻ സ്ഥലം എവിടെയാ? എന്റെ ഇവിടെ എത്തിയാ? ഫുഡ് എത്തിയാ? ചേട്ടൻ എന്തിയാടാ? കാണാനില്ല, അതല്ലേ ഞാൻ വിളിച്ചോണ്ടിരിക്കണേ.
മുടിഞ്ഞോട്ടോ. എടാ കിടന്ന് ഉറങ്ങിയിരിക്കുമ്പോ വിളിച്ചോണ്ട് വാ ഓക്കേ. ഫുഡ്. ചേട്ടാ ടോട്ടൽ എത്രയായി? ടോട്ടല് 3150. 3150 അല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യണേ, ആള് വരട്ടെ. ഓക്കെ. ഐസ്ക്രീം ഓർഡർ ചെയ്തില്ലേ? ഓർഡർ ചെയ്തില്ല. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഓർമ്മിപ്പിക്കൊന്നും വേണ്ട കേട്ടാ. ഓർമ്മിച്ചതേ ഉള്ളു. എനിക്ക് ഓർമ്മയുണ്ട്. ചേച്ചി ചേട്ടൻ അവിടെ ഇല്ല. ചേട്ടൻ അവിടെ ഇല്ല. ചേട്ടൻ അവിടെ പോയി. ആ ചേട്ടൻ റോഡിലെങ്ങാനും പോയതായിരിക്കും. അതിന് ചാൻസ് ഇല്ലല്ലോ. ചിലപ്പോഴേ ജോലി സ്ഥലത്തുനിന്ന് വല്ല കോളൊന്ന് പോയതാണെങ്കിലോ. എടി എവിടെ പോയില്ലൊന്ന് പറഞ്ഞിട്ട് പോണ്ടേ? ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, ചേച്ചി ചേട്ടൻ ഒന്ന് കോൾ ചെയ്ത് നോക്ക്. വിളിച്ചു നോക്ക്. ഫുഡ് പിടിക്കണം. ഒരു മിനിറ്റ് ചേട്ടാ. കുഴപ്പമില്ല. എടാ റിങ് കൊണ്ട് എടുക്കണല്ലോ. എടുക്കണില്ലേ? ട്രാവൽ ചെയ്യായിരിക്കും ചേച്ചി. ട്രാവലാ? എവിടെ? വല്ല ബൈക്കിലോ ബസ്സിലെങ്ങാനും ആയിരിക്കും. ശരി, എന്നാലൊന്ന് പറഞ്ഞിട്ട് പോണ്ടേ? ഇത് മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട്. ചേച്ചി തൽക്കാലത്തിന് ചേച്ചിയുടെ കാശ് എടുത്ത് കൊടു. ചേട്ടൻ വരുമ്പോ ഡീൽ ചെയ്യാൻ ചെല്ല്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്നെ ഇപ്പൊ ഞാൻ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്താൽ മതിയോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ക്യാഷ് എടുത്ത് തരാം. സോറി ട്ടോ. കുഴപ്പമില്ല. ചേട്ടത് എവിടെ പോയതാടാ? എനിക്ക് അറിഞ്ഞൂടീ. ചിലപ്പോ ചേട്ടൻ അധികം ദൂരം പോയി കാണൂല്ലോ, എവിടെ എവിടെയും കാണും. വിളിച്ചോ ഫോൺ എടുത്തൂടെ? അല്ലെങ്കിൽ പറഞ്ഞിട്ട് നോക്കൂടെ? എന്നാട്ടോ അത് 3200 രൂപയുണ്ടേ. 50 രൂപ ടിപ്പ്. ഓ താങ്ക് യു. നോ മെൻഷൻ. ചേട്ടനോട് പോയി. ഞാൻ പോയി കഴിക്കാൻ വേണ്ടി പറഞ്ഞ ബാ. എടാ 12:40 ആയിട്ടുള്ളു. ആന്ന് 2 മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ? നിനക്ക് വേണമെങ്കിൽ നീ ബാ. പാറു പാടി. എനിക്കാ. ആ ചേട്ടൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് പോവാൻ പാടില്ലേ? അയ്യോ കേശു ഫുഡ് കൊണ്ടുപോയി.